നോക്കിയിട്ടുള്ളവരെന്ന് കരവേദന മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ. ആഭിചാരം ചെയ്തിട്ടുള്ളതോ ചെയ്യാൻ കൂട്ടു നിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആഭിചാരം സത്യം പറയാം. ആഭിചാരം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ആരുടെയും കൈ പൈസ കൊടുത്തിട്ടുള്ള ഉണ്ടെങ്കിൽ ഏറ്റു പറയണം. ആഭിചാരം, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി. വീട്ടിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഏറ്റു പറഞ്ഞാൽ മതി. ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മതി. അറിയാതെ നമ്മൾ ചെയ്തതാണ് എന്ന് വെച്ചാൽ നമ്മള് ഈ തത്തയും കൊണ്ട് എന്ത് ചെയ്യാ, പാല് പറയിപ്പിക്കുക. കൈകാണി കൊടുത്തിട്ടില്ലേ? ആരെയും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഏതാണ് 10 രൂപ നിങ്ങളുടെ മൂക്ക് കണ്ടില്ലേ? നല്ല മൂക്ക്, ഐശ്വര്യമുള്ള മൂക്ക്. ഇത് പറയുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യും? അറിയാതെ 10 രൂപ എടുത്ത് എന്ത് ചെയ്യും? അത് പിശാചിന്റെ വാതിലാണ്. മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ. മഷിനോട്ടം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? പറയണം. എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ദൈവത്തിന് എന്താണ്? വെറുപ്പാകുന്നു. ശാപം. ആമേൻ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണുന്നത്, ആമേൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. ദൈവത്തിന് പറഞ്ഞേ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചിന്തിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. വചനം വായിക്കണം, നമുക്കറിയാം. വചനം വായിക്കാതിരുന്നാൽ എന്താണ്? പാപമാണ്. പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാം. പ്രാർത്ഥിക്കാതിരുന്നാൽ എന്താണ്? പാപമാണ്. അതുപോലെ കള്ളം പറയരുത്, നമുക്കറിയാം. കള്ളം പറഞ്ഞാൽ എന്താണ്? പാപമാണ്. എന്ത് തന്നെയാണ്, ദൈവാത്മാവിനോട് ചോദിക്കണം, ഞാൻ എന്തെങ്കിലും പാപം ചെയ്തു. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. എന്ത് ചെയ്യണം? ഏറ്റു പറയണം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചിന്തിച്ചാൽ എന്താണ്? വേറൊരാൾക്കെതിരെ ചിന്തിച്ചാൽ, ഒരാളുടെ നന്മയ്ക്കെതിരെ ചിന്തിച്ചാൽ, ഒരാളുടെ അനുഗ്രഹത്തിനെതിരെ അസൂയപ്പെട്ടാൽ, ഇതൊക്കെ എന്താണ്? പാപമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്താൽ അതെന്താണ്? പാപമാണ്. അപ്പൊ പാപം ശാപത്തിന് വാതിലാണ്. അപ്പൊ നമ്മളിൽ എവിടെയെങ്കിലും പാപത്തിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ അത് ശാപത്തിന് നമ്മളിൽ കയറാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നത് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. പാപം എന്ത് ചെയ്യണം? ഏറ്റു പറയണം. അടുത്തത് വിഗ്രഹാരാധന. എന്താണ്? വിഗ്രഹാരാധന മൂലമുള്ള ശാപം. ആമേൻ. അതിന് സങ്കീർത്തനം 106:35 മുതൽ 42 വരെ. അവൻ സങ്കീർത്തനം 106. ഇതൊന്നും വായിക്കുന്നില്ല, ഒത്തിരി വചനങ്ങളുണ്ട്. വിഗ്രഹാരാധന മൂലമുള്ള ശാപം. വിഗ്രഹാരാധന ദൈവത്തിന് എന്താണ്? വെറുപ്പാകുന്നു. അതിന്റെ മുകളിൽ നോക്കിയ വേറൊരു വിഗ്രഹാരാധനയുടെ പറയണം. അപ്പം ജാതികളോട് ഇടകലർന്ന് മനുഷ്യനുണ്ടാക്കുന്നതാണ് എന്ത്? വിഗ്രഹം. എന്താണ്? വിഗ്രഹം ഒക്കെ ആരുണ്ടാക്കുന്ന? ഇവിടെ എന്തെങ്കിലും വിഗ്രഹം ഉണ്ടോ? ഇല്ല. ദൈവത്തിന്റെ വിഗ്രഹവും ഇല്ല. ദൈവത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പുറപ്പാട് പുസ്തകത്തിൽ ആ വാക്യം ഒന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം ആ വാക്യം ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം ഒരു വിഗ്രഹം എന്ത് ചെയ്യാൻ പാടില്ല. എല്ലാവരും പറഞ്ഞു ഒരു വിഗ്രഹം. അടുത്തത് മീതെ സ്വർഗത്തിൽ. അപ്പൊ മീതെ സ്വർഗം. സ്വർഗത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ഒന്ന് ദൈവം എന്നാൽ പിതാവാം ദൈവം, രണ്ട് പുത്രനാം ദൈവം, യേശുവിന്റെ. ചിലര് യേശുവിന്റെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കും യേശുവിന്റെ പോലും ഒരു ഫോട്ടോ ഇടില്ലല്ലോ. അപ്പൊ യേശുവിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല. നിങ്ങൾ നോക്കിക്കേ, യേശുവിന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞ്
നമ്മള് ചുംബിക്കുന്ന ഫോട്ടോ, പൂച്ചക്കണ്ണൻ യേശു. ഹലോ, എല്ലാ യേശുവിന്റെ ഫോട്ടോ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എല്ലാ യേശുവിന്റെ ഫോട്ടോയും പൂച്ചക്കണ്ണൻ യേശു. എന്നാൽ അത് യേശു അല്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചു പറയാം ചേച്ചിയായിരുന്നു പറഞ്ഞാൽ ചേച്ചി അല്ലാതെ ഇരിക്കുമ്പോ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? നിന്റെ ഫോട്ടോ വേറൊരാളുടെ ഫോട്ടോ കാണിച്ചു പറയാം ഇത് നീയാന്ന് പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാണോ സന്തോഷമാണോ? ഇല്ല, ദേഷ്യം വരില്ല. ഇതുപോലെ യേശുവിൻ്റെതല്ല, ആരുടെയോ ഭാവനയിൽ വരച്ച ഏതോ ഫോട്ടോ, അത് യേശുവിൻ്റെതല്ല. അപ്പൊ അതിനു മുമ്പിൽ കൂടണോ? അതിനു മുമ്പിൽ നമിക്കണോ? അത് നമ്മുടെ വീട്ടിൽ വെക്കണോ? ആമേൻ. അതുകൊണ്ട് കേട്ടോ, എല്ലാവരും പറയാം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. സ്വർഗത്തിലെങ്കിലും ഒന്ന് പിതാവാം ദൈവം, പുത്രനാം ദൈവം, ദൂതന്മാർ. ഈ ദൂതന്മാരുടെ എന്ത് ചെയ്യാൻ പാടില്ല? താഴെ ഭൂമിയിൽ ആരൊക്കെയാ ഉള്ളത്? മനുഷ്യർ, മൃഗങ്ങൾ, നാൽക്കാലി, ഇഴജാതി, ഇതൊന്നും ചെയ്യാൻ പാടില്ല. റോമാലേഖനം റോമർ 1-ാം അധ്യായം ഇന്നത്തെ അവസാനത്തെ വാക്യം. ആ വാക്യം വായിച്ച റോമർ 1-ന്റെ അവസാനത്തെ വാക്യം. മനുഷ്യൻ നാൽക്കാലി, ഇഴജാതി ഇവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. മോളിൽ, അതിന്റെയൊക്കെ മോളില് നമ്മള് സേവിക്കുന്ന ദൈവം ആരാണ്? സേനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ. അപ്പൊ മനുഷ്യർ ആ വിഗ്രഹങ്ങൾ എന്ത് ചെയ്തു? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്ന് പറഞ്ഞാല് എന്താണ്? പശു, ആട്, കഴുത, എലി, ഇതെല്ലാം എന്താണ്? ദൈവങ്ങളാണ്. ഇതെന്നാ? മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, പാമ്പ്. ഇടയാതി എന്താണ്? പാമ്പ് ദൈവമാണ്. ആണോ? അല്ല. ക്ഷയമുള്ള ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയമുള്ള അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി മാറ്റിക്കളഞ്ഞ. അടുത്തത് ദൈവം അവരെ തങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. അപ്പൊ ഇതെല്ലാം എന്താണ്? യാതൊരു വിഗ്രഹം എന്ത് ചെയ്യാൻ പാടില്ല. വിഗ്രഹാരാധന ദൈവത്തിന് ഇഷ്ടമല്ല. അത് ശാപം എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉറക്കെ പറഞ്ഞു, ഒരു അപ്പൊ വിഗ്രഹം ഉണ്ടാക്കുമ്പോ എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ശാപമുള്ള സ്ഥലം ഏതാണെന്ന്? ഇന്ത്യ. കാരണം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധനയുള്ള സ്ഥലം ഏതാണ്? അപ്പൊ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ തന്നെ എന്തുകൊണ്ടൊക്കെയാണ്? ശാപം വേണോ? ശാപം വേണോ? വേണ്ട. അപ്പൊ വിഗ്രഹാരാധന എന്താണ്? ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് ഇനി അടുത്ത ചിന്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ വിഗ്രഹാരാധന എന്താണ്? ശാപമാണ്. അത് യഹോവയ്ക്ക് വെറുപ്പാണ്. എന്താണ്? ദൈവത്തിന് അതെന്താണ്? വെറുപ്പാണ്. അടുത്തത് നമുക്ക് കാണുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നത് കൊണ്ട് വരുന്ന ശാപങ്ങൾ. എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നാൽ നമുക്ക് എന്ത് വരും? ശാപം വരും. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങള് ദൈവം അവരെ അനുഗ്രഹിക്കും. അടുത്തത് മോഷ്ടിക്കുന്നതും ചതിക്കുന്നതും കൊണ്ട് ശാപം വരും. എന്താ? മോഷ്ടിക്കുന്ന, മറ്റുള്ളവരെ നമ്മൾ ചതിച്ചാൽ എന്ത് വരും? ശാപം വരും.
ദൈവത്തിന്റെ നന്മ നമ്മൾ എടുത്താൽ എന്ത് വരും? ശാപം വരും. ദൈവത്തിനുള്ളത് ദൈവത്തിന് നമ്മൾ കൊടുക്കണം.